നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. സാംസദ് കെ സുധാകരൻ പറഞ്ഞു, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോടു തനിക്ക് സ്നേഹമുണ്ടെന്ന്. സണ്ണി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. സുധാകരൻ നാളെ സണ്ണി ജോസഫിനായി പ്രചാരണം നടത്തും. മാധ്യമങ്ങൾ പ്രശ്നം സൃഷ്ടിച്ചുവെന്നും സണ്ണി ജോസഫിന്റെ തലയിൽ കൈവച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാടിനെയും ഇടുക്കിയെയും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസും വരെ എത്താം. ഇത് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതലാണ്. നാളെ മുതൽ 29-ാം തീയതി വരെ സംസ്ഥാനത്ത് ലഘുവായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ വീണ്ടും പണിമുടക്കിലാണ്. വേതന വർധന ആവശ്യപ്പെട്ട് UNA പ്രഖ്യാപിച്ച ഈ പണിമുടക്ക് നാളെ മുതൽ വീണ്ടും ആരംഭിക്കും. മുൻപ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പണിമുടക്ക് മാറ്റിവെക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ 26 സ്വകാര്യ ആശുപത്രികളുമായി ധാരണയിലെത്താനായില്ല. ഈ ആശുപത്രികളിൽ വീണ്ടും പണിമുടക്ക് തുടങ്ങാൻ UNA തീരുമാനിച്ചിട്ടുണ്ട്. RSS സംഘപരിവാർ ബന്ധങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള വിവാദം ശക്തമാകുകയാണ്. തമ്മിലുള്ള ധാരണയെന്ന ആരോപണവും ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഗോൾവൽക്കറുടെ ചിത്രത്തിനു മുമ്പിൽ തലകുനിച്ച് ദീപം തെളിച്ചതെന്നും മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ മുന്നോട്ടുവന്നത്. CPM RSSനെ രക്ഷപ്പെടുത്തിയെന്നും അതിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ലെന്നുമുള്ള പിണറായി വിജയന്റെ തുടർച്ചയായ പ്രസ്താവനകളെയാണ് സതീശൻ വിമർശിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. 22 കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 13,467 രൂപയായി. ഒരു പവന്റെ വില 1,07,720 രൂപയാണ്. ഇന്നലെ വൈകുന്നേരം സ്വർണ്ണവില 1,08,200 രൂപയായിരുന്നു. അഖില കേരള സ്വർണ്ണവെള്ളി വ്യാപാരി ഫെഡറേഷൻ പുറത്തിറക്കിയ കണക്കുകളാണ് ഇവ. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയാണ് ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണം. മാർച്ച് 23-ന് സ്വർണ്ണവില 99,480 രൂപ വരെ എത്തിയിരുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വർണ്ണവില വീണ്ടും പഴയ നിലയിലേക്കെത്തി. മലപ്പുറം ജില്ലയിലെ മങ്കട മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ SDPI പിൻവലിച്ചു. LDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് എന്നതിലേക്കാണ് സാധ്യത. SDPI സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫായിരുന്നു സ്ഥാനാർത്ഥി. ഇതിനു മുമ്പ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നാലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നുള്ള SDPI സ്ഥാനാർത്ഥിയുടെ പേരും പിൻവലിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹോർമുസ് കടലിടുക്കിൽ സൈനിക ദൌത്യം നയിച്ചിരുന്ന ഇറാനിയൻ നാവികസേനാ മേധാവി കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ലക്ഷ്യമിട്ട ഏറ്റവും പുതിയ ഉയർന്ന റാങ്കിലുള്ള ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ നാവികസേനാ കമാൻഡർ അലി റസ തങ്സിരിയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗം ഇന്നലെ വീഡിയോ കോൺഫറൻസിലൂടെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രികളുമായി നടന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുകയായിരുന്നു യോഗം. പ്രതിസന്ധി നേരിടുന്നതിനായി ഒരുമിച്ച് ആലോചിക്കുന്നതായിരുന്നു അജണ്ട. എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രികൾ യോഗത്തിൽ പങ്കെടുക്കില്ല. കേരളം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർക്കായി പ്രത്യേക യോഗം സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനായി IELTS പരീക്ഷ എഴുതാൻ കൊച്ചിയിലെത്തിയ യുവ നഴ്സ് വയറുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു. മരിച്ച ലീന ജോൺ 23 വയസ്സായിരുന്നു. ജോൺ റെജി JC ദമ്പതികളുടെ മകളായ ലീന കിഴക്കഞ്ചേരി വാൽക്കുളം ചടപ്പള്ളിക്കുളം സ്വദേശിനിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 15,02,737 പേർ തെരുവുനായകളുടെ കടിയേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട്. 2021 മുതൽ 2025 വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ കാലയളവിൽ പേവിഷബാധ മൂലം 122 പേർ മരിച്ചു. ഓരോ വർഷവും നായക്കടിയുടെയും മരണത്തിന്റെയും എണ്ണം വർദ്ധിച്ചുവരികയാണ്. 2021-ൽ 2,21,379 പേരെയാണ് നായകൾ കടിച്ചത്. 2025-ൽ ഇത് 3,61,272 തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നായക്കടി കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 58,108. മരണസംഖ്യ 2021-ൽ 11-ൽ നിന്നും 2025-ൽ 33 ഉയർന്നു. 2025-ൽ ആലപ്പുഴയിലും കൊല്ലത്തും പേവിഷബാധ മൂലം 5 പേർ വീതം മരിച്ചു.
ആന്റണി രാജു തിരുവനന്തപുരം സെൻട്രൽ LDF തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു. സുധീർ കരമനയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ആന്റണി രാജു താൻ ഇടതുപക്ഷക്കാരനാണെന്നും ഇടതുപക്ഷ പാർട്ടിയോടൊപ്പം മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് LDFന്റെ പ്രധാന എതിരാളി BJP-യാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം അരുവിക്കര മണ്ഡലങ്ങളിൽ ധാരണയുണ്ടെന്നാരോപിച്ചും ആന്റണി രാജു രംഗത്തെത്തി. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യമുണ്ടായിട്ടും രാജ്യത്ത് ഇന്ധനവും പാചകവാതകവും ലഭ്യതയിൽ കുറവുണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പൂർണ്ണ ഉറപ്പു നൽകി. രാജ്യത്തിന് നിലവിൽ 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും മൊത്തം സംഭരണശേഷി 74 ദിവസമാണെന്നും സർക്കാർ വ്യക്തമാക്കി. അടുത്ത 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണവും ഇതിനകം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ റിഫൈനറി ശേഷിയുടെ ഭാഗമായി 150 രാജ്യങ്ങൾക്ക് ഇവിടെ നിന്ന് ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതായും സർക്കാർ അറിയിച്ചു. പ്രസിഡന്റ് ട്രംപ് ഇറാനോട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ധാരണയിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇറാനിന് ആണവാഭിലാഷങ്ങൾ ഉപേക്ഷിക്കാൻ അവസരമുണ്ടെന്നും അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒഖ എറണാകുളം എക്സ്പ്രസിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന 10 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ട്രെയിനിലെ ബെഡ്റോൾ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയായ 30 വയസ്സുള്ള നൻഹക്കുവിനെയാണ് കോഴിക്കോട് റെയിൽവേ പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ അമ്മ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെള്ളം വാങ്ങാൻ പോയ സമയത്താണ് ഇയാൾ കുട്ടിയോട് അതിക്രമം കാട്ടിയത്. അമ്മ തിരിച്ചെത്തിയപ്പോൾ കുട്ടി സംഭവമറിയിക്കുകയും തുടർന്ന് കോഴിക്കോട് റെയിൽവേ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ആദ്യം കോഴിക്കോട് പ്രതിയെ കണ്ടെത്താനായില്ല. പിന്നീട് എറണാകുളത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കോലഞ്ചേരി വളയഞ്ചിറങ്ങര ITCക്ക് സമീപം പെരിയാർ താഴ്വര ഹൈലെവൽ കനാലിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മരിച്ച മുഹമ്മദ് റിനാസ് 15 വയസ്സായിരുന്നു. കോസാരന ഹൌസിലെ ജാസ്മീനിന്റെ ഏകമകനായ റിനാസ് പെരുമ്പാവൂർ കണ്ടന്തറയിൽ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. മലപ്പുറം കലികാവ് റോഡിൽ കുറിക്കുണ്ടിൽ പെട്രോൾ പമ്പിന് സമീപം ഭീകരമായ തീപിടുത്തമുണ്ടായി. ഫ്രൂട്ട് ഷോപ്പിനരികിലെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന കാർ, സാധനങ്ങൾ, ബൈക്ക് എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു. ഷെഡും പൂർണ്ണമായും കത്തിനശിച്ചു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. ഏകദേശം അരമണിക്കൂർ വരെ തീ ആളിപ്പടർന്നു. തിരുവല്ലിയിൽ നിന്നുള്ള അഗ്നിശമനസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വണ്ടൂർ പോലീസ് ഉൾപ്പെടെ നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് വലിയ അപകടങ്ങൾ ഒഴിവാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കുന്നതിനായി നാവികസേന ഊർജ്ജ സുരക്ഷാ ദൌത്യം ആരംഭിച്ചു. 20 ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ 5 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനിടെ LPG ടാങ്കർ ജഗ് വസന്ത് ഇന്ന് ഒരു ഇന്ത്യൻ തുറമുഖത്തെത്തും. നയാര പെട്രോളിയം ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈദിന്റെ അവധിക്കാലത്ത് സാപ്പീൽ അക്കാദമി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ സാപ്പീൽ FC ജേതാക്കളായി. ബ്രദേഴ്സ് FC 2ാം സ്ഥാനം നേടി. ഷഹ മികച്ച കളിക്കാരനായും സഹാദ് മികച്ച പ്രതിരോധ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. മാജിദ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി. 10 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്.